മത്തായി 20:22. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലോക്ക് വരാൻ കാരണം പ്രാർത്ഥനയിൽ ഘടനാപരമായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്. ദൈവരാജ്യമല്ല ചോദിക്കണത്, ദൈവരാജ്യമായിരിക്കണം ചോദിക്കേണ്ടതെന്നാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിലൂടെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദൈവരാജ്യം പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതെന്താണ് കാര്യം? ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൽ നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവിൽ നമ്മളെ ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. അത് ലോക സന്തോഷമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നീതി, ദൈവരാജ്യം, ഭക്ഷണവും പാനീയവും 14-17 എടുത്ത് 14-17 റോമ 14:17. റോമ 14:17. ദൈവരാജ്യം എന്നാൽ പറഞ്ഞ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. എന്താ ലോകരാജ്യമല്ലെന്നായി പറയണത്? ഞാൻ ആശിച്ച ചെറുക്കൻ, ആശിച്ച വീട്, ആശിച്ച കാറ്, അതാണ് ഭക്ഷണവും പാനീയവും എന്നുള്ള വാക്ക്. നീ ആഗ്രഹിക്കണമല്ലെന്ന് മനസ്സിലായില്ലേ? അത് ലോകരാജ്യം എന്ന് എൻ്റെ പേര്. നീ ദൈവരാജ്യത്തിന് പ്രാർത്ഥന ചൊല്ലിയിട്ട് ലോകരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, അതാണ് എൻ്റെ അത് വരുന്ന ഒരു ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിരുത്തിക്കൊണ്ടാണ് ആദിമസഭയോട് പറയണത് ദൈവരാജ്യം 14:17 റോമ എന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം പുലരുമ്പോൾ അതിൻ്റെ സൈമൾട്ടേനിയസ് സമാന്തരമായ അലോട്ട്മെൻ്റ് ഉണ്ടാകും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടാകും. ലോകരാജ്യത്തിനില്ലാത്തത്, ലോകരാജ്യത്തിൻ്റെ സന്തോഷം ലോക സന്തോഷമാണ്. ലോക സന്തോഷം ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കിട്ടി, അല്ലെങ്കിൽ പെണ്ണിനെ കിട്ടി, ഇഷ്ടപ്പെടുന്ന വീട് കിട്ടി, ഇഷ്ടപ്പെടുന്ന ട്രാൻസ്ഫർ കിട്ടി, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടി, അപ്പം നിനക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം എന്ത് സന്തോഷമാണ്? ലോക സന്തോഷമാണ്. ലോക സന്തോഷത്തിനുള്ള കുഴപ്പം എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഇപ്പം നിനക്കൊരു ജോലി കിട്ടുമ്പോൾ നിനക്കൊരു സന്തോഷം ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അല്ലത്. അത് നിന്നെ പഠിച്ചതിൽ നിനക്ക് ജീവിക്കാനൊരു മാർഗ്ഗമായല്ലോ എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും. എന്താ? നിങ്ങളുടെ സന്തോഷം പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുകയും, അപ്പോൾ ജോലി കിട്ടിയ സന്തോഷമൊന്നുമില്ല. ജോലി തന്ന ദൈവത്തിൻ്റെ പാരയും പണിതുകൊണ്ട് വീട്ടിലിരിക്കുകയും. ഇതാണ് വിഷയം. ഇതാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഈശോ പറയത്തില്ലേ? മനുഷ്യന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഭാര്യ, നിങ്ങളുടെ അമ്മ അസുഖക്കാരിയാണെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോൾ പലരും ട്രാൻസ്ഫർ വാങ്ങിക്കണത് ഇല്ലാത്ത അമ്മയ്ക്ക്, വെറുതെ പയറ് പോലെ നടക്കുന്ന അമ്മയ്ക്ക് തറവാദമാണെന്ന് പറഞ്ഞാണ് ട്രാൻസ്ഫർ വാങ്ങിക്കണത്. അതൊന്നും ദൈവരാജ്യമല്ല, ലോകരാജ്യമല്ലേ? ജോലി ഉടമ്പടി ചെയ്ത് ജോലി വാങ്ങിച്ചത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. ഉടമ്പടിയിലുണ്ടായിരുന്ന വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ട്. എങ്ങനെ നഷ്ടപ്പെട്ട്? ഇപ്പോൾ നിങ്ങൾ യൂണിയൻകാർക്ക് 50,000 രൂപ കൊടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞ് കള്ളക്കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അമ്മ ഒടുങ്ങിക്കിടക്കുകയാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്, വെറുതെ പയർ പോലെ നടക്കണം, അമ്മയ്ക്ക് ക്യാൻസറാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണം. കള്ള നുണ പറഞ്ഞ് ഉടമ്പടി എടുത്ത് ജോലി കിട്ടി, കള്ള നുണ പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കണ എങ്ങനെയാണ്? ലോകരാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പിശാച് ഇവിടെ വരുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഒറ്റ നടക്ക് പോകണില്ല, കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവരാജ്യത്ത് നിന്ന് പോയിട്ട് ലോകരാജ്യത്തിലാകുമെന്നാണ്. അതാ മനുഷ്യരുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നു. ടേക്ക് ദ ബൈബിൾ 2:24 യോഹന്നാൻ 2:24. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ദൈവരാജ്യത്തിലാണോ ജീവിക്കണത്, ലോകരാജ്യത്തിലാണെന്നാ ചോദിക്കണത്? 25 വായിച്ചു. 2:25. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം, അതാണ് മനുഷ്യനെ കുറിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ളത്തരാണെന്ന് നമുക്കറിയാം.
മനുഷ്യരെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? 2:25 എന്താ പറയുക? മനുഷ്യരെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം, ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ കാര്യം കാണാൻ വേണ്ടി പിശാചിന്റെ കാലും പിടിക്കും. അവൻ ദൈവത്തിന്റെ കാല് പിടിച്ചോണ്ടിരിക്കണായിരിക്കും, പക്ഷെ കാര്യം കാണാൻ വേണ്ടി അവൻ വേണ്ടി വന്നാൽ പിശാചിന്റെ കാലം പിടിക്കും. അതാണ് മനുഷ്യനുള്ളത്. നിങ്ങൾ ചിന്തിക്കണേ, ഉടമ്പടിക്കാരൊന്ന് ചിന്തിക്കണം. ആരുടെ കാലിലാണ് പിടിച്ചിരിക്കണം നോക്കണം. ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊന്ന് നോക്കിയേക്കണം. ദൈവത്തിൻ്റെ കാലിലാണോ പിശാചിൻ്റെ കാലിലാണോ നോക്കിയേക്കണം. കാര്യം പുള്ളിക്കാരനെല്ലാം സ്കാൻ ചെയ്തേ എടുക്കത്തുള്ളൂ. ഈ അഭ്യാസം ഒന്നും അവിടെ നടക്കത്തില്ല. ജെയ്സന്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഞാൻ ശ്രങ്കൻ വിസായ്ക്ക് ശ്രങ്കം വിസായ്ക്ക് ഞാൻ ഒത്തിരിയേറെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്തിരുന്നു 12 കൊല്ലം മുമ്പ്. ഇപ്പം എന്താ സങ്കടം, അത് മുഴുവൻ കള്ളത്തരമായിരുന്നു അയച്ചു കൊടുത്തതെല്ലാം. സംഘം വിസക്ക് അയച്ചു കൊടുത്ത് ചില ആൾക്കാർ എന്നാ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ചെല്ലാൻ വേണ്ടി ഇപ്പം ഫാമിലി ആയിട്ടൊരു സാക്ഷി അങ്ങനെ ഉണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിൽ അവിടെ എടുക്കത്തില്ല, അതുകൊണ്ട് ഫാമിലി അല്ലെന്നാക്കാതെ ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഒരുത്തൻ ഡൈവേഴ്സ് ആയ പിന്നെ പ്രശ്നമില്ലല്ലോ. ഡൈവേഴ്സ് നിയമപരമായിട്ട് ഡൈവേഴ്സ്ഡാണ്. സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ്, അമേരിക്കനെ പറ്റിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരാൾ പോയി ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും പിന്നീട് അവർ അടുത്തടുത്ത സ്ഥലത്ത് താമസിക്കുകയാണ്. കാര്യം ഡൈവേഴ്സ്ഡ് ആണെന്ന് പേപ്പറിലേ ഉള്ളൂ, അവരൊരുമിച്ചാണ് ജീവിക്കണത്. പോലീസിന് ഈ പേപ്പർ തിരക്കി നടക്കാൻ പറ്റുമോ? പക്ഷേ പോലീസിനെ പറ്റിക്കുക, പക്ഷേ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് വളരെ ഇങ്ങനെ പ്രാർത്ഥന മൊത്തം തകിടം പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവ് ഇതിൻ്റെ ഒരു ബ്ലോക്കിംഗ് തന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നം. ദൈവരാജ്യത്തിൽ നിന്ന് മനുഷ്യൻ ലോകരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബ്ലോക്ക് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഞങ്ങളെ, അത് ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. ഒരു ഡോക്ടർ വെളുപ്പിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ കുഞ്ഞിന്, എൻ്റെ പേരക്കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അവൻ സംസാരിക്കണില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്ക് അപ്പാപ്പനും അമ്മാമ്മയ്ക്കും അവർക്കത്ര പ്രായമൊന്നുമില്ല, നല്ല പയറുപോലെ നടക്കുന്ന മനുഷ്യരാണ്, ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ പുതിയ വല്ല പ്രാർത്ഥന ഉണ്ടാന്ന് ചോദിച്ചു. എന്താണ് ഈ മകനെ സംസാരിപ്പിച്ചെടുക്കാൻ പറ്റിയ പുതിയ പ്രാർത്ഥന വല്ല ഉണ്ടാന്ന്? പുതിയതായാലും പഴയതായാലും നിത്യനൂതനമായിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിനെ വെട്ടാൻ ഇനി പ്രാർത്ഥനയില്ല. കാര്യം എന്താണ്? ദൈവം തന്നെ എഴുതിയ പ്രാർത്ഥനയാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ഞങ്ങൾക്ക് ആവശ്യമായ പാപത്തിൽ വീഴാതെ ശക്തിയും സാമ്രാജ്യവും അല്ല, ഇതിൻ്റെ അകത്തൊരു മാന്ത്രികമായ ഒരു ഇടപെടൽ കാണാതെ ഇത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അന്വേഷിക്കുന്നത് എന്താണ്? ദൈവരാജ്യമാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. നീ ഉടമ്പടി ചെയ്തിട്ട് ദൈവരാജ്യം അനുസരിച്ച് നീ ജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണ്? അതിൽ സന്തോഷിക്കാനുള്ളൊരു അഭിഷേകം നിനക്ക് തരും. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പിടികിട്ടിയ? അതായത് സത്യം പരമാർത്ഥമായിട്ട് നീ ഉടമ്പടി ജീവിക്കുന്നു,
ദൈവത്തിൻ്റെ വചനം. നിങ്ങൾക്കറിയാം ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഉടമ്പടി ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. അതിൻ്റെ കൂടെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഒരു പ്രാർത്ഥന പദ്ധതിയാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതുമാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതും. പക്ഷേ ചെയ്യില്ലെന്ന ആളും ചെയ്യുന്ന ആളും ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? ദൈവരാജ്യത്തിലായിരിക്കണം. അതാണ് വിഷയം. ചെല്ലുന്ന ആളും ചെയ്യുന്ന ആളും, പ്രാർത്ഥന ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന ചെല്ലുന്ന ആളും പ്രാർത്ഥന പദ്ധതി ചെയ്യുന്ന ആളും എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിലായിരിക്കണം. ഇപ്പോൾ ദൈവരാജ്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ്സിന് അനപേക്ഷിതമായിട്ട് തന്നെയായിരിക്കണം നമ്മുടെ എല്ലാവിധ വ്യവഹാരങ്ങളും നടക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ടിയ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അലോട്ട്മെൻറ്റ് സന്തോഷമുണ്ടാകും. എന്താ കാര്യം? ഞാൻ ദൈവരാജ്യത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകണമാണ് പരിശുദ്ധാത്മാ സന്തോഷം. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവും നിങ്ങളുടെ സന്തോഷിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ് സന്തോഷം എന്ന് പറയുന്നത്. വെള്ളം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിറ്റ് അല്ലത്. അതായത് നിങ്ങൾ വിചാരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും. പരിശുദ്ധാത്മാവിന് സന്തോഷം. അമ്മ എലിസബത്തിനെ കണ്ടപ്പോൾ, മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ശിശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുമ്പോൾ കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മൗലിക ഭാഗമാണ് ഈ ആനന്ദം. ടേക്ക് 2 words. താങ്ക് യു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:44. ലൂക്ക 1:44. ഇതാ നിന്റെ അഭിവാദന സ്വരം, നിന്റെ മറിയത്തിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ തന്നെ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. എന്താ കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയെന്നാണ്. ഒരു ഉടമ്പടിയെ കണ്ടപ്പോൾ, ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ കണ്ട് അതാണ് പരിശുദ്ധാത്മാവ് സന്തോഷിച്ചത്. ഉടമ്പടി കൈയും കാലും വെച്ച ആരാൻ? കക്ഷി, നമ്മളാള്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ ആര് കണ്ടു? എലിസബത്ത് കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതാണ് വിഷയം. ആരെയാണ് എലിസബത്ത് കണ്ടത്? മറിയത്തെ. മറിയം എന്താണ്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതായത് കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഉടമ്പടി സാക്ഷിയെ കാണുകയാണ്. ഉടനെ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തുനിന്ന് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകണം. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെന്നോ. 2 തരം. നിങ്ങൾക്ക് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ മൗലികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ, ഇപ്പോൾ ഒരു ആശുപത്രി രോഗിയെ പോയി കാണുന്നു. അപ്പോൾ പറയും, എൻ്റെ അച്ഛാ ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഗവൺമെൻറ് ആശുപത്രി ഇല്ല. പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ആൾക്കാരെ കയറ്റണം ഭയങ്കര പാടാണ്. ഗവൺമെൻറ് ആശുപത്രി ഒരു സമയം വെച്ച് ആൾക്കാരെ കയറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രി ഇല്ല. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയി ഒരു ആശുപത്രി കണ്ടിട്ട് ഇവർ കണ്ടിട്ടും തീരണില്ല രോഗികളെ. എന്താണ്? കാണുകയും കയ്യിലുള്ളത് കൊടുക്കുകയും അവരോട് ആദ്യം കാണുന്ന ആൾക്കാരാണ്. ആദ്യം കാണുകയും കയ്യിലുള്ള സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് വല്ലാത്ത പരിശുദ്ധാത്മാവ് നിറയണമാണ്. എന്താ കാര്യം? അവർ ഉടമ്പടി നിറവേറ്റുകയും അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടണേ. അത് അവരറിയാതെ വരുന്ന സന്തോഷമാണ്. എന്താണ്? അവരിലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ ജോലി കണ്ട് സന്തോഷിക്കാനാണ്. ശ്രദ്ധിക്കട്ടെ, കൈയടിക്കട്ടെ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി
രണ്ടാമത് ഇവർക്ക് ഉണ്ടാകുന്ന പ്രത്യാശയാണ് സന്തോഷത്തിൻ്റെ കാരണം. എലിസബത്തിൽ അതൊരു ഷെയർഡ് ജോയിയാണ്, ഡബിൾഡ് ജോയിയാണത്. ഷെയർഡ് ജോയി, ഡബിൾഡ് ജോയി വെച്ച് കഴിഞ്ഞാൽ സന്തോഷം ഇരട്ടിപ്പിക്കണം. എലിസബത്ത് പറയണത് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. എന്താണ് കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് നീ വിശ്വസിച്ചതില് എനിക്ക് സന്തോഷമുണ്ട്. എന്താ കാരണം? കർത്താവ് എന്നോടും അതുപോലെ അരുളി ചെയ്തിട്ടുണ്ട്, അത് നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കാൻ നീ കാരണമായി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവേ വരണേ, എന്റെ വസിക്കാൻ വരണേ. അപ്പോൾ ഈ ശുഭമാക്കുക എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉടമ്പടിയുടെ 6ാമത്തെ ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഈ ശുഭമാക്കുന്നതും ദൈവം ഒരു കാര്യം ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ റേഞ്ച് ആൻഡ് റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത്. ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മളുടെ ഒരു രീതി അനുസരിച്ചാണ്, നമ്മളുടെ രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി നടക്കേണ്ടിയിരുന്നത്, ഇപ്പോൾ പലരും സാക്ഷ്യം പറയുന്നില്ലേ, ആ സാക്ഷ്യമൊക്കെ പലതും മാനുഷിക സാക്ഷ്യങ്ങളാണ്. അവരാഗ്രഹിച്ച കാര്യം നടന്നു എന്നാണ് അവർ പറയണത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ കാണും. ഏറ്റവും അഡീഷണലായിട്ട് വരുന്ന ബെനിഫിറ്റ്സാണ് ഈ ശുഭമാക്കുക എന്നുള്ളതിൻ്റെ അടയാളം എന്ന് പറയുന്നത്. അഡീഷണൽ ബെനിഫിറ്റ്സ് ഒരു വിഷയത്തിൽ ഇപ്പം നമ്മുടെ ഇവരുടെ ആരാണ് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷ്യം എടുത്തു കഴിഞ്ഞാൽ, രമ്യ രവീന്ദ്രന് അവരോട് ഇറങ്ങാൻ പറഞ്ഞു. അവരുടെ 1 മാസമല്ലേ ഹോസ്റ്റലിൽ താമസിക്കത്തുള്ളൂ. 25 ദിവസമൊക്കെ മെമ്മോ വന്നു, ഇതേ നിങ്ങളുടെ ടൈം കഴിഞ്ഞു, ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയേക്കാൻ പറഞ്ഞു. ഇവർ വിട്ടുപേർത്തു പോയി. എന്താ കാര്യം? ഇതുവരെയൊക്കെ വീടൊന്നും കിട്ടിയിട്ടില്ല. വീട് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ കാര്യം? ഭർത്താവിനും ഭാര്യയ്ക്കും അതവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ വീട്ടിൽ ആയിരിക്കണം താമസിക്കണത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ 2 മക്കളുണ്ടെന്നല്ലേ നമ്മൾ ഫീഡ് ചെയ്യണത്. അപ്പോൾ റിജക്റ്റായി പോകും. എന്താ കാര്യം? ഭർത്താവിൻ്റെ ശമ്പളം ഉടനെ ചോദിക്കും. ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കും ഉടനെ. അപ്പോൾ ഭർത്താവിൻ്റെ ശമ്പളം ഞങ്ങൾക്ക് ജോലിയില്ലല്ല, അപ്പോൾ വീടില്ല, ക്യാൻസൽ, മെറിറ്റില്ല അവിടെ. അതായത് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയും. ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മെറിറ്റ് നമുക്കുണ്ടാകത്തില്ല. ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കുമ്പോൾ ശമ്പളമില്ല, ജോലിയില്ലെന്ന് പറയും. അപ്പോൾ ഉടനെ ഇവിടെ ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റ് ആവും. അപ്പോൾ ഇവരിപ്പോൾ എന്ത് സംഭവം? ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കണേ, അതേസമയം തന്നെ ഭർത്താവിന് ജോലി ഇല്ലാത്ത കാരണം ശമ്പളവുമില്ല, ഒരുമിച്ചൊരു വീട് കിട്ടാനുള്ള നിയമപരമായ തടസ്സങ്ങളുണ്ട്. ലീഗൽ പോയിൻ്റ് തടസ്സമാണ്, ലീഗലി കിട്ടത്തില്ല. ഇവരെന്ത് ചെയ്ത് ഇവർ പുറത്ത്. അപ്പോൾ ഇവർ എപ്പോഴും പള്ളിയിൽ പോകുന്ന ഒരു അച്ഛനുണ്ട് അവിടെ, ഇംഗ്ലീഷ് ചർച്ചിൽ പോകണ. രമ്യ രവീന്ദ്രനാണെങ്കിൽ അവിടെയാണെങ്കിൽ ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നുണ്ട്. ഷീസ് ഇൻ കവനൻറ്റ്, അതായത് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചുണ്ട്, ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമായി. യൂറോപ്പിലൊക്കെ ഇംഗ്ലീഷ് ചർച്ചൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് വില കൊടുക്കണമെന്നൊക്കെയാണ് പത്രത്തിലൊക്കെ വരുന്നത്. അപ്പോഴും ഇവർ പക്ഷേ അത് കുറേ കള്ള വാർത്തയാണ്. എന്താ കാര്യം? ഈ രമ്യ രവീന്ദ്രൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ്. ഇംഗ്ലീഷ് ചർച്ചിൽ അച്ഛൻ ഇവരോട് പറഞ്ഞു ഇതാ. അപ്പോൾ ഈ ഇംഗ്ലീഷ് ചർച്ചിൽ അച്ഛൻ ഇവരെ വിളിപ്പിച്ചു പറഞ്ഞു, ശരി വൈകുന്നേരം വന്ന് എന്നെ കാണാൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടി വൈകുന്നേരം കാണാൻ ചെന്നപ്പോൾ ഉണ്ട് 10 മണി ഇരുന്നിട്ട് അച്ഛനില്ല അവിടെ. അച്ഛൻ വിചാരിച്ചത് സൺഡേയിൽ വരുന്ന കൂട്ടായ്മയിൽ ഒരു സായിപ്പിനും മദാമയ്ക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, അവർക്ക് വീടുണ്ട്, അത് സെറ്റാക്കി തരാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഇവർ രണ്ടുപേരും അച്ഛനെ കാണാൻ ചെന്നപ്പോഴുണ്ട് അച്ഛൻ വേറെ എന്തോ കാര്യത്തിൽ ബിസിയായിപ്പോയി, അച്ഛൻ അവിടെ ഇല്ല. ഇവർ 10 മണി വരെ മേടയിൽ അങ്ങനെ ഇരിക്കും. 10 മണിയായി കഴിയുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവിടെ തലക്ക് മുകളിൽ മാതാവ് നിൽക്കുകയാണ്. ഒരു ഗ്രോട്ടോയിലാണ് ഇരിക്കണത്, ഒരു ഗ്രോട്ടോയിലാണ് ഇരിക്കണം അവിടെ മാതാവ്. അപ്പോൾ അവളെന്ത് ചെയ്ത്? അവൾ ഉടനെ ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ട് അവിടെ നിന്ന്. ഞാനങ്ങനെ ഓർക്കുകയെ, പണ്ട് ഈ 2015 ലൈറ്റ് ഈ ഉടമ്പടിയും ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഒരുമിച്ചാണ് വന്നത്. എനിക്കിതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു.
അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ആവശ്യം ഡിസ്കഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ലോഞ്ച് ചെയ്യണേ ചെയ്ത്. ഈ ലൈറ്റ് ആൻഡ് റിപ്പയർ റിക്വസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ചുമ്മാ കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിങ്ക് എൻ്റെ കിട്ടി. ആ ലിങ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതുവഴി അമ്മയോട് ലോകത്തിൽ ഏത് അന്റാർട്ടിക്കയിൽ ഇരുന്നാലും ശരി, അവിടെയുള്ള ആൾക്കാർക്ക് ധ്യാനവും പ്രാർത്ഥനയും പള്ളിയും ഒന്നും ഇല്ലല്ലോ, അവർക്കൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ലിങ്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിനോട് ഞങ്ങൾ ചോദിച്ചു. ഞാൻ ജോമോൾ പറഞ്ഞപ്പോൾ ജോമോൾ പറഞ്ഞ് ഇന്ന ആളോടൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഡിക്സൺ എന്ന് പറയും, ഇപ്പോഴും അദ്ദേഹം തന്നെ നമ്മുടെ എഞ്ചിനീയർ. ഡിക്സൺ പറഞ്ഞ് നമുക്ക് ഇന്നൊരു രീതിയായിട്ട് അത് മോഡുലേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മോഡുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, ഈ ദൈവത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം ശുഭമാക്കും. ഞാനിങ്ങനെ ഒരു ലിങ്ക് കൊടുത്തതേ ഉള്ളൂ, പക്ഷേ അയാൾ ചെയ്തത് വെടിക്കെട്ട് സംഭവമാണ്. അതായത് നമ്മൾ ഉടമ്പടി കാലത്തിലാണ്, ഉടമ്പടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ദൈവമാണത് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചിട്ട് അത് ഇപ്പം നമ്മൾ അപ്പോൾ ആൾക്കാർ ചോദിക്കും പിന്നെ ഇങ്ങനെ അവിടെ അന്റാർട്ടിക്കയിലോ അമേരിക്കയിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിട്ട് കളിപ്പിക്കുമ്പോൾ ഉടനെ ദൈവം ഉത്തരം പറയാനാണ്. അതെ, അത് ശരിയാണ്. ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രാപിക്കാൻ പ്രയാസമാണ്, തെറ്റില്ല. പക്ഷേ ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അടയാളങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വിസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മർക്കോസ് 9:23. മർക്കോസ് 9:23. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. എന്താ കാര്യം സാധിക്കാൻ കാരണം എന്താണ്? വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ എല്ലാം ശുഭമാക്കി കൊടുക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 39:23. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 39:23. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ശുഭമാക്കേണ്ടത് ആരാണ്? അപ്പോഴ് നമ്മളല്ല, കർത്താവാണ്. നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ അരുവ മൂർച്ചയുള്ളതാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഇപ്പോൾ കൊയ്യാൻ പോകണം. ഇപ്പോൾ കൊയ്ത്തില്ലെന്ന് വേണമെങ്കിൽ പറയും. ഇപ്പം മെഷീനാണ് കൊയ്യണത്. ഓക്കെ, അതിനും കൊയ്താൽ മതിയായിരുന്നു. കൊയ്ത കറ്റ് എടുക്കാൻ ആളില്ലാതെ നെല്ല് കുട്ടനാട്ടിൽ കിടന്ന് ചെയ്യണം. എന്തൊരു സങ്കടകരമാണ്. അത് നിരുത്തരവാദമാണ് ആ വിഷയങ്ങൾ. ഒത്തിരിയേറെ പേര് അതിൻ്റെ പേര് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ നെല്ല് എടുത്തു മാറ്റാനും നിവൃത്തിയില്ല. പിന്നെ ഒരു ബഡ്ജറ്റ് തുക ഉണ്ടാകൊണ്ട് ഇവർക്ക് പൈസ കിട്ടുമായിരിക്കും. പക്ഷെ അത് ആർക്കും ഇല്ലാതെ മഴ നനഞ്ഞ് ചീഞ്ഞു പോകുമ്പോൾ എന്താ അവസ്ഥ? ആ വാർത്തയെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. വളരെ സങ്കടകരമായ വിഷമം തോന്നാറുണ്ട്. ഏതായാലും രാജ്യത്തെ എല്ലാവരെയും ഇപ്പോൾ ആരുടെയും കുഴപ്പമില്ലത് നമ്മുടെ കെടുകാരസ്ഥയാണെന്ന് പറയാനും പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ അതാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാകണം. നിങ്ങൾ ഈ ഒരു കൈ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 ശിവല ഭരണ സംവിധാനങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ശിവ പൊതുജനത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കൊയ്യാൻ പോകുന്നവരെ, നിങ്ങളാരും കൊയ്യാൻ പോകില്ലെന്ന് എനിക്കറിയാം. ഈ തലമുറയും കൊയ്ത് കാണത്തില്ല. പക്ഷേ കൊയ്യാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? കൊയ്യാൻ പോകുന്നവർ ആദ്യം എന്താ ചെയ്യണത്? അപ്പം നമ്മൾ വെള്ളഞ്ഞ് കിടക്കുന്ന പാടശേഖരം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ആന കരിമ്പിൻ കട്ടിക്കരിയ പോലെ ചാടി ഇറങ്ങുകയാണ് ചെയ്യണത്? അല്ല, അവരെ ഒന്ന് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പാടത്തിൻ്റെ പരമ്പ ഇരുന്നുകൊണ്ട് ആ അരിവ
അല്ലാണ്ട് മൂർച്ച വെച്ചിട്ട് കൈകൊണ്ട് തൊട്ട് നോക്കും അല്ലേ, മൂർച്ച പരിശോധിക്കും അല്ലേ. അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ കൊയ്ത്തിൻ്റെ കത്തി എന്ന് പറയുന്ന 4 കത്തികളാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇതിൻ്റെ മൂർച്ച ഇടയ്ക്കിടെ കൂട്ടണം. അയ്യോ ഇത് മൂർച്ചയും കൂട്ടിക്കൊണ്ടിരുന്നാൽ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് നിങ്ങൾ പറയരുത്. ഇതിൻ്റെ മൂർച്ചയും കൂട്ടിക്കൊണ്ടിരുന്നാൽ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് പറയരുത്. എന്താ ചെയ്യേണ്ടത്? നല്ലവണ്ണം കൊയ്യണമെങ്കിലും ഇതിൻ്റെ മൂർച്ച ഉണ്ടാകണം. അപ്പോൾ കൊയ്ത്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധനയുള്ളത്. കൊയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധന. അപ്പം നമ്മളുടെ ഉടമ്പടി വച്ചിരിക്കുന്ന ഉദ്യമങ്ങളും നിയോഗങ്ങളുടെ തന്നെ ഭാഗമാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കുക എന്നുള്ളത്. വിശ്വാസം പരിശോധിക്കാൻ ചിലപ്പോൾ ദൈവം തന്നെ ചില സമയത്ത് ചില അവസരങ്ങൾ തരും. ചിലപ്പോൾ വിഷയം ലാഗ് ആയിപ്പോകും, അല്പം ദീർഘിച്ചു പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിടിയാതെ, മനസ്സ് മടിയാതെ കാത്തിരിക്കണം. എന്താ കാര്യം? എന്നിട്ട് നിങ്ങൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകണം. ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്കറിയാം സംഭവം താമസിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ വിസ വരാൻ താമസിക്കുന്നുണ്ട്, ഓഫർ ലെറ്റർ വരാൻ താമസിക്കുന്നുണ്ട്, പരീക്ഷ, നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളുടെ എഴുന്നേക്കാൻ താമസിച്ചു, പ്രാർത്ഥന ചെല്ലാൻ താമസിച്ചു, അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ താമസിച്ചു, രോഗികളെ കാണാൻ താമസിച്ചു. അങ്ങനെ വരരുത്. ഉടമ്പടി വിഷയങ്ങൾ താമസിക്കുമ്പോഴും ആസിഫ് നത്തിങ് ഹാപ്പൻ എന്ന രീതിയിൽ ഒന്നും സംഭവിച്ചുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ എന്താണ്? നിങ്ങളുടെ മൂർച്ചയുള്ളവരായി നിങ്ങൾ മാറും. നിങ്ങൾ വിശ്വാസത്തിൽ ഓക്കെയാണ്, പ്രത്യാശയിൽ ഓക്കെയാണ്, അത് സമർപ്പണത്തിൽ ഓക്കെയാണ്, നിങ്ങൾ ബലിഷ്ഠരാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, പരമസ്നേഹസായുജ്യമേ, സദനമങ്ങേക്കാരാധന, സ്തുതിയുമെല്ലാം